ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഫിലോസഫി ഓഫ് യോഗയുടെ നമ്മുടെ SEC പരീക്ഷ അടുത്തു. നമുക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ നോട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പം നോട്ടൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ നോട്ടും കൂടെ എടുത്തു വെച്ചിട്ട് നോക്കുക. ഫിലോസഫി ഓഫ് യോഗയിൽ ഓരോ മൊഡ്യൂളും കുറച്ച് 2-3 വീഡിയോ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേട്ട ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ, അല്ലാതെ എക്സാമിന് പോകരുത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഈ നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് യോഗയുടെ ഇൻട്രൊഡക്ഷനും വാട്ട് ഈസ് യോഗ, യോഗയുടെ മീനിങ് എന്താണ്, യോഗയുടെ ഒറിജിൻ ഡെവലപ്മെന്റ്, ഹിസ്റ്റോറിക്കൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. അതായത് ഈ മൊഡ്യൂള് 2 രീതിയിലാണ് നമ്മൾ യോഗയെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് യോഗയുടെ തന്നെ ഇൻട്രൊഡക്ഷൻ, യോഗയുടെ തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അപ്രോച്ചസും യോഗ എവിടുന്ന് ഒറിജിൻ ചെയ്ത് വന്നോളും. രണ്ടാമത്തത് ഭഗവത്ഗീതയുടെ ഡെഫിനിഷനാണ്. യോഗയെ കുറിച്ചുള്ള ഭഗവത്ഗീതയുടെ ഡെഫിനിഷൻ എന്താണ്, 4 തരത്തിലുള്ള യോഗ, ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ താരതമ്യേന എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണെന്ന് നോക്കും, നമ്മൾ യോഗയെ കുറിച്ച് നമ്മൾ പറയുകയാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ 2 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണുള്ളത്. അതായത് സിസ്റ്റംസ് എന്ന് വെച്ചാൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റംസ്. അതിൽ നമ്മൾ ആസ്തിക എന്നും നാസ്തിക എന്ന 2 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ആസ്തിക സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വേദങ്ങളുടെ അതോറിറ്റിയെ അംഗീകരിക്കുന്നതിനാണ് ആസ്തിക സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് വേദങ്ങളെ അംഗീകരിക്കുന്നത്. അങ്ങനെ 6 സിസ്റ്റംസ് ആണ് ഫിലോസഫിയിലുള്ളത്. അതിൽ ഒരു സിസ്റ്റമാണ് യോഗ. യോഗ എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമൻ മൈൻഡ്, നമ്മുടെ ഇത് യോഗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് യോഗ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ്. ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങി വരുന്ന ഒരു ഡിസിപ്ലിനാണ് യോഗ എന്ന് പറയുന്നത്. യോഗയിൽ നമ്മുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഒരു ഇന്റഗ്രേഷൻ കൊണ്ടുതരാൻ യോഗ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, അത് നമുക്ക് നേടിത്തരുന്നു. അതിലൂടെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ തരിക എന്നുള്ളതാണ് യോഗയുടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. യോഗയുടെ ഒരു സെൻട്രൽ പൊസിഷൻ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനാണ്, നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ മാറ്റം വരുത്താനാണ് ഈ യോഗ ഉപയോഗിക്കുന്നത്. യോഗ എപ്പോഴും ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. യോഗ എപ്പോഴും ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് യോഗ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, ഒരു എത്തിക്കൽ ലിവിങ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഡിസിപ്ലിനാണ്. നമുക്ക് എങ്ങനെ ഒരു മാനസികമായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം, ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലിബറേഷൻ എങ്ങനെ നമുക്ക് യോഗയിലൂടെ നേടിയെടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമാണ് യോഗയിൽ നമ്മൾ സയൻസ് ഓഫ് യോഗയിൽ രാജയോഗയും ഈ സയൻസ് ഓഫ് യോഗയും എന്നൊക്കെ പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. യോഗയുടെ മീനിങ് എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. സാൻസ്ക്രിറ്റ് വേർഡ് യുജ് എന്നാണ്. യുജ് മീൻസ് ടു ജോയിൻ അല്ലെങ്കിൽ ടു യൂണിറ്റ്. യോഗ എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റഗ്രേഷൻ തരികയും നമുക്ക് സിഗ്നിഫിക്കൻസ് തരികയും ചെയ്യുന്ന ഒരു രീതിയാണ്. യോഗ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് അണ്ടർസ്റ്റുഡ് ആണ്, ഹാർമണി. നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ സോള്, അത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹാർമണിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് അതിലൂടെ ഒരു സുപ്രീം റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, പരമാത്മാവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യോഗയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. TMB മഹാദേവൻ യോഗയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു ഇന്നർ ഇന്റഗ്രേഷൻ ആണ്. ഇന്നർ ഇന്റഗ്രേഷൻ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന മാറ്റം, ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് യോഗയിൽ വരുന്നത്. യോഗയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ കിട്ടും, കൺട്രോൾ, നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. യോഗയാണ് നമുക്ക് എന്താണ് സ്റ്റേറ്റ് ഓഫ് ഹാർമണിയും ഹോൾനെസ്സും തരുന്നത്. എന്നാണ് യോഗയുടെ ഗുണം. യോഗ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? യോഗ ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് യോഗ എന്ന് പറയുന്നത്. യോഗയ്ക്കകത്ത് ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഇന്ത്യൻ നോളജ് ട്രഡീഷനിൽ സ്പിരിച്വലി, മെന്റലി ഉള്ള ഒരു സിസ്റ്റമാണ്. യോഗ ഒറിജിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് നിന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ യോഗ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, യോഗ നമുക്ക് ഈ ഏൻഷ്യന്റ് ആയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും എല്ലാം നമുക്ക് കാണപ്പെടുന്ന മെഡിറ്റേറ്റീവ് ആയിട്ട് ഇരിക്കുന്ന പോസ്റ്റേഴ്സിലാണ്. ദൈവങ്ങളായാലും അതുപോലെ അങ്ങനെയുള്ള ഋഷിവര്യന്മാരായാലും മെഡിറ്റേറ്റീവ് പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇപ്പൊ വേദിക് പീരീഡിൽ യോഗ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വേദിക് പീരീഡ് ആയപ്പോഴാണ് യോഗ ഒന്നും കൂടെ സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഉപനിഷത്ത് പീരീഡിൽ യോഗ ഒരു ഫിലോസഫിക്കൽ ഫോക്കസ് വന്നു. അതുപോലെ തന്നെ ഉപനിഷത്ത് പീരീഡിൽ യോഗ എന്ത് ചെയ്തു, സെൽഫ് നോളജ് സഹായിക്കാനും മെഡിറ്റേഷൻ, കൺട്രോൾ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുവാനും ഒക്കെയാണ് യോഗ ഉപയോഗിച്ചിരുന്നത്. ലൈക്ക് ആത്മൻ, ബ്രഹ്മൻ, അങ്ങനെയുള്ള ആ ഒരു അൾട്ടിമേറ്റ് കോൺസെപ്റ്റ്സുകളെല്ലാം തന്നെ നമുക്ക് മെഡിറ്റേഷനിലൂടെ കൊണ്ടുപോകുന്ന യോഗ ഉപയോഗിക്കുന്നു. യോഗ ഭഗവത്ഗീതയിലും യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 3 പ്രധാനപ്പെട്ട പാത്ത് യോഗയെ പറയുന്നുണ്ട്. അതായത് നമുക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട പാത്തുകൾ പറയുന്നുണ്ട്. അത് കർമ്മയോഗ, ഭക്തി യോഗ, ജ്ഞാനയോഗ. ഇതും നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യും എന്ന് പറയുന്ന കാര്യമാണ്. പതഞ്ജലിനെയാണ് നമ്മൾ യോഗയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 2ാമത്തെ സെഞ്ചുറിയിൽ മുതൽ 4ാമത്തെ സെഞ്ചുറി വരെ അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ടോ അല്ലെങ്കിൽ ഉള്ളതായിട്ട് தெரியும். യോഗയെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ചിത്ത
ചിത്തവൃത്തി നിരോധ. നിങ്ങളത് നിർബന്ധമായിട്ടും എന്തിൽ എഴുതണം? പരീക്ഷയ്ക്ക് എഴുതണം. ചിത്തവൃത്തി നിരോധ മീൻസ് ദ കൺട്രോൾ ഓഫ് ദ മോഡിഫിക്കേഷൻ ഓഫ് മൈൻഡ്. നമ്മളെ മൈൻഡിന്റെ മോഡിഫിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് യോഗയാണ്. അതായത് യോഗയിനകത്താണ് പ്രധാനപ്പെട്ട 8 ഫോൾഡ് പാത്ത് പറയുന്നത്. അഷ്ടാംഗ യോഗ, പതഞ്ജലി എഴുതിയ അഷ്ടാംഗ യോഗയിലാണ് നമ്മൾ എന്ത് പറയുന്നത് 8 ഫോൾഡ് പാത്ത് പറയുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. യമ, നിയമ, ആസന, പ്രാണായാമ, ധാരണ, ധ്യാന, സമാധി, ഇങ്ങനെ 8 തരത്തിലുള്ള അത് പറയുന്നത് നിങ്ങൾ നോക്കിക്കോണം. ഈ മിഡീവൽ പീരീഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് യോഗ എന്ന് പറയുന്നത് ഹഠയോഗ പോലെ ഡെവലപ്പ് ചെയ്തു വന്നു. യോഗ നമ്മളെ ബോഡി ഈ മിഡീവൽ പീരീഡ് ആയപ്പോൾ നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യിപ്പിക്കുവാനും നമ്മുടെ മൂവ്മെന്റുകളെ കൺട്രോൾ ചെയ്യിപ്പിക്കാനും നമ്മുടെ എനർജിയെ മാനേജ് ചെയ്യിപ്പിക്കുവാനുമാണ് യോഗ ഉപയോഗിച്ചത്. ഹഠയോഗ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് യോഗ പറയുന്നത്, ഹഠയോഗയെ പറയുന്ന ഓരോ പോസ്റ്ററുകളാണ് യോഗയുടെ. ഒരു ബ്രീത്തിങ് ടെക്നിക്സ് ആണ്, ഓരോ ക്ലീനിങ് പ്രാക്ടീസസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഓൾ ഫോർ ദ സ്പിരിച്വൽ പാത്തിന് വേണ്ടിയിട്ടാണ്. യോഗ നമുക്ക് ലോകം മുഴുവൻ വേൾഡ് വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് യോഗ എന്ന് പറയുന്നത്. സ്വാമിമാരായാലും സ്വാമി വിവേകാനന്ദനായാലും ശ്രീ അരവിന്ദ് ആയാലും കൃഷ്ണാചാര്യ ആയാലും ഇവരൊക്കെ തന്നെ യോഗയുടെ ആ ഒരു ഡെവലപ്മെന്റ് അനുഭവിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ യോഗ ടുഡേ യോഗ ഈസ് നോൺ ആസ് സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ വേ ആണ്. അച്ചീവ് ടു ബീയിങ് സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ വേ ആണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ യോഗ അത്രയാണ് യോഗയുടെ. ഇനി സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് യോഗയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞു. യോഗ നമ്മുടെ ഫിസിക്കലി മെന്റലി ആണ് നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. യോഗ ഫിസിക്കൽ പ്രാക്ടീസ് നടത്തുക എന്ന് പറയുന്നത് ഒരു മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് നമുക്ക് തരുവാണ്. ഏൻഷ്യന്റ് ടെസ്റ്റുകളിലൊക്കെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഡിസയറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ആണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്. എപ്പോഴും നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് റെസ്റ്റ്ലെസ് ആണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്, എപ്പോഴും പ്രോബ്ലങ്ങൾ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യോഗ അത് ഫോക്കസ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ഷൻസിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. യോഗയുടെ മെഡിറ്റേഷൻസ്, യോഗയുടെ പ്രാണായാമ മീൻസ് യോഗയുടെ ബ്രീത്ത് കൺട്രോൾസ്, യോഗയുടെ സെൽഫ് ഒബ്സർവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താ യോഗ നമ്മുടെ മൈൻഡിന്റെ ഡിസ്ട്രാക്ഷൻസിനെ മാറ്റും. സ്വാമി വിവേകാനന്ദനാണ് രാജയോഗ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. രാജയോഗയിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എന്താണ്? മാസ്റ്ററിങ് ദ മൈൻഡ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഇന്നർ സ്ട്രെങ്ത് എന്നാണ്. അതായത് നമ്മുടെ മൈൻഡിനെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിനെ നമ്മൾ അടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് കിട്ടും. ടൈമിനി പറഞ്ഞത് എന്താണ്? നമ്മൾ യോഗ ഒരു സയന്റിഫിക് മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്യൂരിറ്റി അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യോഗ നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സെൽഫ് കൺട്രോൾ ചെയ്യും, ഹയർ ലെവൽ കോൺഷ്യസ്നസ് നമുക്ക് തരും. യോഗയാണ് നമുക്ക് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് തന്നിട്ട് നമ്മുടെ മെന്റൽ ബാലൻസും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും സെൽഫ് റിയലൈസേഷനും ഒക്കെ തരുന്നത്. യോഗ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ, ആങ്സൈറ്റി, ഇമോഷണൽ പ്രോബ്ലം, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന യോഗയാണ്. നിങ്ങൾ ബുക്ക് വായിച്ചു നോക്കുക. യോഗ റെഗുലർലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോഗയുടെ ഇംപ്രൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂടും, നമ്മുടെ ഇമോഷണൽ ബാലൻസ് കൂടും, നമ്മുടെ സെൽഫ് ക്വാളിറ്റി കൂടും, സ്ലീപ്പ് ക്വാളിറ്റി കൂടും. ഇതൊക്കെയാണ് യോഗയുടെ പ്രധാനപ്പെട്ട. അപ്പോൾ യോഗ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് മാറ്റുവാനും നമ്മുടെ മെന്റൽ വെൽബീയിങ് ഡെവലപ്പ് ചെയ്യുവാനും യോഗ സഹായിക്കും. ഇനി ഭഗവത്ഗീതയിൽ യോഗ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ഭഗവത്ഗീത എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്പിരിച്വൽ ടെസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. മഹാഭാരതം എന്താണ്? ലോർഡ് കൃഷ്ണനും അർജുനനും തമ്മിൽ ബാറ്റിൽ ഫീൽഡിൽ, കുരുക്ഷേത്ര ബാറ്റിൽ ഫീൽഡിൽ നടക്കുന്ന സംഭാഷണമാണ് മഹാഭാരത. ഭഗവത്ഗീത. അർജുനൻ കൺഫ്യൂസ് ആയിട്ടിരിക്കുമ്പോൾ കൃഷ്ണൻ അർജുനനെ ടീച്ച് ചെയ്തിട്ട് അർജുനന്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ഗീത എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് 3 തരത്തിലുള്ള യോഗ ഉണ്ടെന്നാണ് ഗീത എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഗീത ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് 3 രീതിയിലൂടെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ നടത്താം. ഗീതയുടെ ലക്ഷ്യവും യോഗയുടെ ലക്ഷ്യവും ഒക്കെ നമ്മൾ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന്റെ താൽക്കാലികമായിട്ടുള്ള ലക്ഷ്യമാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഒക്കെ. അപ്പോൾ ആദ്യം പറയുന്നത് കർമ്മയോഗ. കർമ്മയോഗ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സെൽഫ്ലെസ് ആയിട്ട്. ഗീതയിലെ യോഗയൊക്കെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 2ആയിട്ടാണ് എസ്സേ പോകുന്നത്. ഒന്ന് കർമ്മയോഗയിൽ സെൽഫ്ലെസ് ആക്ഷൻസ്, കർമ്മയോഗ എന്ന് വെച്ചാൽ. ഭക്തി യോഗ എന്ന് വെച്ചാൽ ഡിവോഷൻ. ജ്ഞാനയോഗ മീൻസ് നോളജ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? യോഗ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെൻട്രൽ മെസ്സേജ് ഗീതയുടെ പറയുന്നത് പെർഫോം ഓൺസ് ഡ്യൂട്ടി വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഓഫ് റിസൾട്ട്. നമ്മൾ നമ്മുടെ ജോലി അതിന്റെ ഫലം നോക്കാതെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക്
സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ സറണ്ടറോടുകൂടി ഡിവൈനോടുകൂടി ചെയ്യുക. ഭഗവത്ഗീത കമ്പൈൻ ചെയ്യുന്നത് ഫിലോസഫി, എത്തിക്സും സ്പിരിച്വാലിറ്റിയും കൂടെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഭഗവത്ഗീത കമ്പയർ ചെയ്യുന്നത്. ഭഗവത്ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് എങ്ങനെയാണ് ഇന്നർ പീസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മോറൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്, സെൽഫ് റിയലൈസേഷൻ കിട്ടുന്നത്. ഭഗവത്ഗീത ഒരു സെവറൽ ഇമ്പോർട്ടന്റ്, യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീത പറയുന്നത് എന്താ? യോഗ എന്ന് പറയുന്നത് എന്താണ്? യോഗ ഈസ് ഡിസ്ക്രൈബ്ഡ് എ പെർഫോമിങ് ഓൺസ് ഡ്യൂട്ടി ആൻഡ് സ്കിൽ വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഓഫ് ദ റിസൾട്ട്. യോഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്യുക. അതായത് യോഗ കർമ്മ കുശലം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്, എളുപ്പം ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്, കർമ്മകുശലത്തോടു കൂടി ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് യോഗ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യോഗ നമുക്കൊരു മെന്റൽ ബാലൻസ് തരും. അതായത് യോഗ നമ്മുടെ മൈൻഡ് ബുദ്ധിമുട്ടായിരിക്കുമ്പം യോഗ നമുക്ക് എന്ത് ചെയ്യും? സെൽഫ് കൺട്രോൾ തരും. അതുപോലെ യോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്ക് 3 രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെൽഫ് റിയലൈസേഷൻ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഗീത ടീച്ചേഴ്സ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് റൈറ്റ് ആക്ഷൻ ചെയ്യാൻ, നമുക്ക് ഡിവോഷൻ ചെയ്യാൻ, നമുക്ക് നോളജ് ചെയ്യാൻ, നമ്മളെ ഇന്നർ പീസിനെ ലീഡിങ് ചെയ്യാനായി സ്പിരിച്വൽ ലിബറേഷൻ കൊണ്ടുവരാനാണ്. ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 2 ഇത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിയുക്തേ ജഹാദിഹോ ഉദേ സുഹൃത ദൃഷ്ടതയെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ബുദ്ധിയുക്തിയോട് പ്രവർത്തിക്കുന്നവൻ ഇവിടെ നല്ല ഫലവും ചീത്ത ഫലം ഉപേക്ഷിക്കുകയും ചെയ്യും. ബുദ്ധിയുള്ളവൻ എന്താണ്? നല്ല ഫലവും ചീത്ത ഫലം ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ യോഗത്തിൽ ഏർപ്പെടുക. കാരണം കർമ്മങ്ങളിൽ കൗശല്യമാണ് യോഗ. ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം എങ്ങനെ നടത്തണമെന്ന് യോഗ കർമ്മത്തോടു കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ബുദ്ധിയുക്തമായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നല്ല ഫലവും ചീത്ത ഫലം നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇനി യോഗ എന്താണ്? ഇനി നമ്മൾ യോഗയുടെ ഏറ്റവും കർമ്മകുശല യോഗ എന്ന് വെച്ചാൽ എന്താണ്? യോഗ ഈസ് എക്സലന്റ് സ്കിൽ ഓഫ് ആക്ഷൻ ആണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുക, സിൻസിയർലി പെർഫോം ചെയ്യുക എന്നാണ്. യോഗ നമ്മുടെ മൈൻഡിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യോഗ സെൽഫ് കൺട്രോൾ ആണ്. യോഗ എന്ന് പറയുന്നത് കൺട്രോൾ ദ മൈൻഡ്, നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് യോഗ ചെയ്യുന്നത്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈനുമായിട്ടുള്ള നമ്മുടെ എന്താണ്? അറ്റാച്ച്മെന്റ് ആണ്. നമ്മളെ ഇൻഡിവിജ്വൽസിലും ബ്രഹ്മനും തമ്മിലുള്ള ഒരു കണക്ഷൻസ് നമുക്ക് യോഗയിലൂടെ തരുന്നു. യോഗ നല്ല രീതിയിൽ എപ്പോഴും നമുക്ക് സ്പിരിച്വൽ ഫ്രീഡം ആണ് യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി യോഗ എങ്ങനെയാണ് നമ്മുടെ പാത്ത് ഓഫ് ലൈഫ് ആകുന്നത്? യോഗ പ്രസന്റ് ഫിസിക്കൽ ഡിസിപ്ലിൻ മാത്രമൊന്നുമല്ല യോഗ. നമ്മുടെ സ്പിരിച്വൽ ലിബറേഷന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഫിലോസഫി റൂട്ടഡ് ആയിട്ടുള്ള ട്രഡീഷൻസ് കൊണ്ടുവരാനും ഗീതയുടെ ടീച്ചിങ്സും ഗീതയുടെ സെൽഫ് റിയലൈസേഷനും ഗീതയിൽ പറഞ്ഞിട്ടുള്ള കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ എന്ന് പറയുന്ന ഈ 3 രാജയോഗ എന്ന് പറയുന്ന ഈ വഴികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ എത്തിക്കൽ ലിവിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ ലിബറേഷന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ സ്നേഹവും വിസ്ഡവും കൺട്രോളും നമുക്ക് കിട്ടുന്നത്. ഇനി ഗീതയുടെ കർമ്മയോഗ എന്താണ്, ഭക്തിയോഗ എന്താണ്, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. കർമ്മയോഗ എന്ന് പറയുന്നത് ഒരു പാത്ത് ഓഫ് സെൽഫ്ലെസ് ആക്ഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായി ചെയ്യുക. കർമ്മ മീൻസ് ആക്ഷൻ, യോഗ മീൻസ് യൂണിയൻ. അതാണ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് കർമ്മ യോഗ. കർമ്മ മീൻസ് ആക്ഷൻ, യോഗ മീൻസ് യൂണിയൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി റെഫർ ചെയ്യുന്നത് നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ടു റിസൾട്ട് ആണ്. നമുക്ക് ഡിവൈൻ പവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിന്റെ. അതായത് ഉദാഹരണത്തിന് ഇറ്റ് ഈസ് എ യോഗ ടു വർക്ക് റെസ്പോൺസിബിലിറ്റി സർവീസ്. നമ്മളെ യോഗ പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു സർവീസ് ചെയ്യുവാനുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ലോർഡ് കൃഷ്ണ ടീച്ചേഴ്സ് ചെയ്യുന്നു, അർജുനോട് പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ പ്രവൃത്തി അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രവൃത്തി ചെയ്യാതെ ഇരിക്കാനേ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ അറ്റാച്ച്മെന്റോടുകൂടി ചെയ്യുക. അതിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. സെൽഫ്ലെസ് ഡിസയർ ആണ് നമ്മൾ. വൺ ക്യാൻ ആക്ട് ഫ്രീലി അറ്റൈൻ സ്പിരിച്വൽ ലിബറേഷൻ. നമുക്ക് ഈ കർമ്മയോഗയിലൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രീലി അറ്റാച്ച്മെന്റ് നടത്താം. ഹ്യൂമൻ ബീങ് കനോട്ട് റിമെയിൻ വിത്തൗട്ട് ആക്ഷൻ. മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്ഷൻ ഇല്ലാതെ നിൽക്കാനേ പറ്റില്ല. കർമ്മയോഗ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് കർമ്മയോഗ വരുമ്പം കർമ്മയോഗ മാത്രം എസ് ചോദിക്കും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കർമ്മയോഗം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ ഇല്ലാതാവും, നമ്മുടെ അറ്റാച്ച്മെന്റ് റിനൗൺസ് ചെയ്യും, നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യും. അപ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കർമ്മയോഗ ചെയ്യുന്നത്. കർമ്മയോഗ നമ്മുടെ മൈൻഡിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യും.
ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിഷ്കാമ കർമ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ നിഷ്കാമ കർമ്മ ചെയ്യുമ്പോൾ നമ്മൾ ഹയസ്റ്റ് ആയിട്ടുള്ള സർവീസ് ചെയ്യും. നമ്മളെ ഈ കർമ്മയോഗയാണ് നമ്മളെ മൈൻഡിനെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് കർമ്മത്തിലൂടെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ തരും. ഈവൻ ടുഡേ എനി പ്രൊഫഷൻ ആയാലും നമ്മൾ സ്പിരിച്വലി ആ പ്രൊഫഷനെ കണ്ടെത്തി കഴിഞ്ഞാൽ, സ്പിരിച്വലി ആ പ്രൊഫഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫഷനിലൂടെ തന്നെ നേടാമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഭക്തി യോഗ? ഭക്തി യോഗ എന്ന് പറയുന്നത് ഒരു പാത്ത് ഓഫ് ഡിവോഷൻ ആണ്. ഭക്തിയിലൂടെ അതായത് നമുക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടും. ഭക്തി യോഗ എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ലവിലൂടെ, ഡിവോഷനിലൂടെ, സറണ്ടർ ടു ഗോഡ്, ദൈവത്തിലുള്ള ഗോഡ്. ഭക്തി മീൻസ് നമ്മൾ ഡിവോഷനോടുകൂടി ഭക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്നു. ഭക്തി യോഗ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആരോട്? ദൈവത്തിനോട് ഉണ്ടാക്കിയെടുക്കുന്നു. ഭഗവത്ഗീതയിലെ ലോർഡ് കൃഷ്ണ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഭക്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈസി യൂണിവേഴ്സൽ പവർഫുൾ പാത്ത് ഓഫ് ലിബറേഷൻ. ദൈവത്തിനുള്ള ഭക്തി ലിബറേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഈസി ആയിട്ടുള്ള വഴിയാണ്. ഓപ്പൺ ടു ഓൾ പോൾ. അതായത് ഭക്തിക്ക് ജാതിയോ മതമോ ജെൻഡറോ കാസ്റ്റോ ഒന്നുമില്ല. അതാണ് ഭക്തി യോഗയുടെ പ്രത്യേകത. ഭക്തി യോഗ എന്ന് പറയുന്നത് ദൈവത്തിനെ അറിയുക, പേഴ്സണലി ദൈവത്തോട് അറ്റാച്ച്മെന്റ് നടത്തുക, ദൈവത്തിനോട് സറണ്ടർ ചെയ്യുക. ഭക്തി യോഗ എപ്പോഴും ഇമോഷൻസും ട്രസ്റ്റുമാണ് ഫീൽ ചെയ്യുന്നത്. കൃഷ്ണൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് സിമ്പിൾ ഓഫറിംഗ് മെയ്ഡ് വിത്ത് ഡിവോഷൻ അക്സെപ്റ്റ് എടുക്കും. അതായത് എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഭക്തന്മാർ ഓഫർ ചെയ്താലും ഞാനത് പൂർണ്ണമായിട്ട് സ്വീകരിക്കും. വാട്ട് മാറ്റേഴ്സ് നോട്ട് മെറ്റീരിയൽ വാല്യൂ. ആ സമർപ്പിക്കുന്നതിന്റെ മെറ്റീരിയൽ വാല്യൂയോ അതിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ നോക്കത്തില്ല. ഭക്തി ഡിവോട്ടി സിൻസിയർലി ആണെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ നിന്നാണ് എങ്കിൽ അത് ഞാൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇനി ജ്ഞാനയോഗ എന്ന് പറയുന്നത് ഡെയിലി 3ാമത്തെ ഭാഗമാണ്. നമ്മൾ ട്രൂ നോളജിലൂടെ, എന്താണ് ആത്മനും ബ്രഹ്മനും തമ്മിലുള്ള ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ട് ട്രൂ നോളജിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് റിയലൈസേഷൻ കിട്ടും. അതായത് ഈ ജ്ഞാനയോഗയുടെ ട്രൂ നോളജ് എന്നാണ് ഓർത്തോണേ. സെൽഫ് എന്ന് പറയുന്നത് ഈസ് എറ്റേണൽ ഇൻഡിസ്ട്രക്റ്റബിൾ അൺബോൺ ആണ്. ആത്മാവ് മരിക്കുന്നില്ല, ജനിക്കുന്നില്ല. ബോഡി മൈൻഡ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫാണ് അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ലിബറേഷൻ കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലിബറേഷൻ കിട്ടുമ്പോഴാണ് ബോഡി ഈസ് ഇംപെർമനന്റ്, സെൽഫ് പെർമനന്റ് എന്നുള്ള അത് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് എ മിയർ റിച്വൽ ആക്ഷൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററുകളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സമയം ഉണ്ടെങ്കിൽ നോക്കുക. ഇനി അടുത്ത രാജയോഗ എന്ന് പറയുന്ന പാത്ത് ഓഫ് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോഗയിലേക്ക്. രാജയോഗ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ മൈൻഡ് കൺട്രോൾ സെൽഫ് മാസ്റ്ററി. അതായത് നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ മൈൻഡ് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. സെൻസ് ഓർഗൻസ് വഴി നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ മെഡിറ്റേഷൻസ് നടത്തുന്നത്. നമ്മളെ ഇന്നർ എക്വിലിബ്രിയം പീസ് കൊടുക്കുന്നത്. ഈ ചാപ്റ്റർ 6 ഭഗവത്ഗീതയിൽ ധ്യാനയോഗയെക്കുറിച്ചും ആത്മസംയമ യോഗയെക്കുറിച്ചും ഒക്കെ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ എന്ത് ചെയ്യുന്നു? ഭഗവത്ഗീത നടക്കുന്നു. ഇനി സിന്തസിസ് ഇൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗയുടെയും കർമ്മയോഗയുടെയും ഭക്തിയോഗയുടെയും എല്ലാത്തിന്റെയും ഒരു സിന്തസിസ് ആണ്. ഭഗവത്ഗീത ഗീവ് ചെയ്യുന്ന ഇമോഷണൽ ഡിവോഷൻസ് ആണ്. ഭഗവത്ഗീത ഈ 4 ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തി യോഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുകയാണ്? നമുക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുകയാണ്. ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ട്രേസ് ദ ഒറിജിനൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് യോഗ ആൻഡ് അനലൈസ് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ ഭഗവത്ഗീതയിലെ അനലൈസ് ചെയ്യുക. ഡിഫറെന്റ് ടൈപ്പ് ഷോർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? കർമ്മയോഗ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ എഴുതും? നമുക്ക് അറിയാം, ചിന്തിച്ച് നോക്കണം. അതുപോലെ തന്നെ ഭക്തി എങ്ങനെയാണ്, ജ്ഞാനം എങ്ങനെയാണ്, യോഗയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്താണ്? ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കുക. നിങ്ങൾ നോട്ടും കൂടെ എടുത്തു വെച്ചിട്ട് ഇതൊന്ന് വായിച്ചുകൊണ്ട് പോകുക. നിങ്ങൾ ഷോർട്ട് നോട്ട് പഠിച്ചുകൊണ്ട് ദയവ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾ അതിന്റെ മെയിൻ പോയിന്റ് എടുത്ത് എഴുതി വെച്ചോളൂ. പക്ഷെ അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ രസ രൂപത്തിൽ എഴുതാൻ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക.